നമസ്കാരം. കുട്ടിക്കാലം മുതലേ അഭിനയ മേഖലയിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു കീർത്തി സുരേഷ്. ബാലതാരമായി തുടങ്ങി പിന്നീട് നായികയായി മാറുകയായിരുന്നു താരപുത്രി. മലയാളത്തിന് പുറമെ അന്യഭാഷകളിൽ നിന്നും ഗംഭീര സ്വീകരണമായിരുന്നു കീർത്തിക്ക് ലഭിച്ചത്. അമ്മയുടെയും അച്ഛന്റെയും സിനിമാ പാരമ്പര്യം കീർത്തി അതിന് സഹായിച്ചു. ഇതിനകം തന്നെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം കീർത്തി സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. വിജയ്, സൂര്യ, ശിവകാർത്തികേയൻ, നാനി, മഹേഷ് ബാബു അങ്ങനെ എല്ലാ അഭിനേതാക്കൾക്കൊപ്പവും നായികയായി തിളങ്ങി. നായികാ പ്രാധാന്യമുള്ള ചിത്രങ്ങളിലും ഒരേപോലെ കീർത്തി മുഖമുറ്റതാക്കി. സിനിമകളിൽ ഉയർച്ച താഴ്ചകൾക്കൊപ്പം ഗോസിപ്പുകളിലും കീർത്തിയുടെ പേര് നിറഞ്ഞു നിന്നു. പലതരത്തിലുള്ള വിവാദങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ഇതൊന്നും തന്നെ ബാധിക്കില്ലെന്ന ആറ്റിറ്റ്യൂഡ് തന്നെയാണ് കീർത്തിയുടെ ശക്തി. താരം സിനിമയും മറ്റു കാര്യങ്ങളുമായി ഫുൾ തിരക്കിലാണ്. നെപ്പോ കിഡാണെങ്കിലും കൂടിയും അഭിനയത്തിലുള്ള കഴിവ് ജന്മസിദ്ധമായി കീർത്തിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തെന്നിന്ത്യയിലെ താരമൂല്യമുള്ള നായികയായി താരം ഇപ്പോഴും മുൻനിരയിൽ നിൽക്കുന്നത്. മഹാനടിക്ക് ശേഷം ആരും തന്നെ നെപ്പോ കിഡായി കീർത്തിയെ പരിഗണിക്കാറില്ല. ഗീതാഞ്ജലി എന്ന പ്രിയദർശൻ ചിത്രത്തിലൂടെയാണ് കീർത്തി സുരേഷ് സിനിമയിലെത്തുന്നത്. 31കാരിയായ കീർത്തി സുരേഷ് 11 വർഷം കൊണ്ട് വിജയ് മുതൽ ചിരഞ്ജീവി വരെയുള്ള സൂപ്പർ താരങ്ങളുടെയെല്ലാം ഒപ്പം അഭിനയിച്ചു കഴിഞ്ഞു. വാശിക്ക് ശേഷം മറ്റ് മലയാള സിനിമകളൊന്നും താരത്തിന്റേതായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. തമിഴിലും തെലുങ്കിലുമാണ് കീർത്തിക്ക് പുതിയ സിനിമകൾ ഉള്ളത്. കീർത്തി സുരേഷ് എന്നാൽ ഇപ്പോഴും ആരാധകർക്ക് ഗേൾ നെക്സ്റ്റ് ഡോർ എന്ന ഇമേജാണ്. നാട്ടിൻ പുറത്തുകാരി പെൺകുട്ടിയായും സ്വന്തം വീട്ടിലെ കുട്ടി എന്നത് പോലെയൊക്കെയാണ് കീർത്തി ഇതുവരെ സൗത്ത് ഇന്ത്യൻ സിനിമകളിൽ മുന്നിക്കയറിയത്. നടി ബോളിവുഡ് സിനിമയിലേക്ക് പോകുന്നു എന്നതും ആരാധകരെ സംബന്ധിച്ച് ഏറെ സന്തോഷം നൽകിയ കാര്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിൽ അല്പം നിരാശയിലാണ് ആരാധകർ. വിജയെ നായകനാക്കി അറ്റ്ലി സംവിധാനം ചെയ്ത തെറി എന്ന ചിത്രത്തിന്റെ റീമേക്കായ ബേബി ജോൺ എന്ന ചിത്രത്തിലൂടെയാണ് കീർത്തിയുടെ അരങ്ങേറ്റം. കലീസ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ വരുൺ ധവാനാണ് നായകൻ. ഇന്നലെ ചിത്രത്തിലെ പാട്ട് പുറത്തിറങ്ങിയിരുന്നു. ഇതുവരെ ഉണ്ടായിരുന്ന സകല ഇമേജുകളും പൊളിച്ചടുക്കിക്കൊണ്ടാണ് പെർഫോമൻസാണ് ഗാനരംഗത്ത് കീർത്തി നടത്തുന്നത്. ഇത്രയും ഗ്ലാമറായ ഒരു മാറ്റം കീർത്തിയിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്ന ആരാധകരും ഇതുവരെ കാണാത്ത അവതാരത്തിൽ കീർത്തിയെ കണ്ടതിൽ സന്തോഷിക്കുന്ന ആരാധകരുമുണ്ട്. വരുൺ ധവാനൊപ്പം കീർത്തിയുടെ മാസ് പെർഫോമൻസും ഗോർജസ് ലുക്കുമാണ് പാട്ടിലെ ആകർഷണമെന്ന് ആരാധകർ പറയുന്നു. നെയ്ൻ മട്ടക്ക എന്ന പാട്ട് ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു. തമൻ എസ് സംഗീതം നൽകിയ പാട്ട് പാടിയിരിക്കുന്നത് ദിൽജിത്ത് ആണ്. സൗത്ത് ഇന്ത്യൻ ട്യൂണിന് പഞ്ചാബി ടച്ച് വന്ന ഫീലാണ് പാട്ടെന്നാണ് പൊതു അഭിപ്രായം. ചിത്രത്തിൽ സമാന്ത റൂത്ത് പ്രഭു അവതരിപ്പിച്ച ഭാര്യാവേഷത്തിലാണ് കീർത്തി സുരേഷ് എത്തുന്നത്. വാമിക ഗബ്ബി എമി ജാക്സൺ അവതരിപ്പിച്ച സെക്കൻഡ് ഹീറോയിനായും എത്തുന്നു. ഡിസംബർ 25 ചിത്രം തിയേറ്ററുകളിൽ എത്തും എന്നാണ് പുതിയ വിവരം. ബേബി ജോണിന് പുറമെ തമിഴിൽ കന്നിവെടി, റിവോൾവർ, റീത്ത എന്നീ ചിത്രങ്ങളും കീർത്തി ചെയ്യുന്നുണ്ട്. അതിനിടയിൽ ഡിസംബറിൽ കീർത്തി സുരേഷിന് വിവാഹമാണെന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട്. മകൾ കീർത്തിയുടെ വിവാഹ വാർത്ത സ്ഥിരീകരിച്ച് നിർമ്മാതാവും നടനുമായ സുരേഷ് കുമാർ നേരത്തെ എത്തിയിരുന്നു. അടുത്ത മാസം ഗോവയിൽ വെച്ചാകും വിവാഹമെന്നും സുരേഷ് കുമാർ പറഞ്ഞിരുന്നു. കീർത്തി +2 പഠിക്കുമ്പോൾ തുടങ്ങിയ പരിചയമാണ്. ആന്റണിക്ക് കേരളത്തിലും ചെന്നൈയിലും സ്വന്തം ബിസിനസ്സാണ്. വിവാഹത്തിന്റെ ഡേറ്റ് തീരുമാനിക്കുന്നതേയുള്ളൂ. അടുത്ത മാസമാകും ചടങ്ങ്. ഗോവയിൽ വെച്ച് അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലാകും വിവാഹം നടക്കുകയെന്നാണ് സുരേഷ് കുമാർ പറഞ്ഞത്. ആന്റണി തട്ടിൽ ദുബായ് ആസ്ഥാനമായുള്ള വ്യവസായിയാണ്. അദ്ദേഹത്തിന്റെ ജന്മനാടായ കൊച്ചിയിൽ അദ്ദേഹത്തിന്റെ റിസോർട്ടുകളുടെ ഒരു ശൃംഖലയുണ്ട്. കീർത്തി സുരേഷിന്റെ ജന്മനാടായ ചെന്നൈയിലും ആന്റണിക്ക് രജിസ്റ്റർ ചെയ്ത 2 കമ്പനികളുണ്ടെന്നും നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. സോഷ്യൽ മീഡിയയിൽ അത്ര സെലിബ്രിറ്റി അല്ലാത്ത പ്രൊഫൈൽ നിലനിർത്തുന്നയാളാണ് ആന്റണി. എന്നാൽ ആന്റണി കീർത്തിയുടെ സുഹൃത്തുക്കളും താരങ്ങളായ കല്യാണി പ്രിയദർശൻ, ഐശ്വര്യലക്ഷ്മി, മാളവിക മോഹനൻ, അപർണ ബാലമുരളി, മീരാനന്ദൻ എന്നിവരും ഫോളോ ചെയ്യുന്നുണ്ട്. കീർത്തിയും ഫോളോ ചെയ്യുന്നതിനൊപ്പം കീർത്തിയുടെ പ്രൊഫൈൽ മാനേജ് ചെയ്യുന്ന ടീം ഉൾപ്പെടെ ആന്റണിയെ ഫോളോ ചെയ്യുന്നു എന്നാണ് വിവരം. കീർത്തി ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്തായിരുന്നു ഈ പ്രണയത്തിന്റെ തുടക്കം. അന്ന് ആന്റണി കൊച്ചിയിൽ ബിരുദാനന്തര ബിരുദം പഠിക്കുകയായിരുന്നു. ഇരുവരും തമ്മിൽ 7 വയസ്സോളം പ്രായ വ്യത്യാസമുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു.